ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷിബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പ്രോട്ടീനും ഫൈബറും അയേണും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ള റാഗി ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും റാഗിയുടെ ഗുണങ്ങൾ നന്നായിട്ട് അറിയുന്നതാണല്ലോ. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനൊക്കെ ഫൈബറും ഒക്കെ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വെയ്റ്റ് ലോസിനെല്ലാം ഇതുകൊണ്ടുള്ള വിഭവങ്ങൾ വളരെ നല്ലതാണ്. ആദ്യമായിട്ട് ഈ റാഗി നമുക്ക് കുറുക്കിയെടുക്കാൻ ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് സോസ് പാനിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കുന്ന ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് 1-2 മിനിറ്റിനകം തന്നെ ഇത് കുറുകി തിളച്ച് വരുന്നതായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 5 ഈന്തപ്പഴവും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കൂടെ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. തീരെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം ഇത് അരച്ചെടുത്ത് കൊണ്ടുവരേണ്ടത്. ഇനി ഇത് നമുക്ക് ആ റാഗിയുടെ ആ കുറുക്കിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് വയ്ക്കാവുന്നതാണ്. പ്രോട്ടീനും ഫൈബറും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ റാഗി. ഇതുകൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. ഞാനിവിടെ തിക്നെസ് കൂടുതലായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തിളച്ച പാലൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും ബദാം ചെറുതായിട്ട് പൊടിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് വിശപ്പൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഇത് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണെന്ന് പറയുന്നത്. എല്ലാവരും ഈ സ്മൂത്തി ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ റാഗിയുടെ പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ റാഗി തന്നെ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വീട്ടിൽ വെച്ച് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റാഗി സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.